ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദം നബി അലിഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അംബിയാ മുർസലുകൾ നയിച്ച ജനത സമൂഹം, വിവിധ വില്ലേജുകൾ, വിവിധ കബീലകൾ, വിവിധ ഭൂഖണ്ഡങ്ങൾ, ഒരുപാട് സമൂഹങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. നമുക്കറിയാം, ആദ് സമൂഹം, ഇറമ് ഗോത്രക്കാര്, സമൂദ് ഗോത്രക്കാര്, അസ്ഹാബുൽ ഐക്കത്ത്, ഇസ്രായേലര് എന്ന് തുടങ്ങി ഖുർആനിലൂടെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തി തന്ന ഗതകാല സമൂഹങ്ങൾ. ഈ സമൂഹങ്ങളെക്കാളൊക്കെ, കഴിഞ്ഞുപോയ സമൂഹങ്ങളെക്കാളെല്ലാം മഹത്വമുള്ളത്, ഔന്നിത്യമുള്ളത്, ശ്രേഷ്ഠതയുള്ളത്, ആത്മീയ രംഗത്ത് പവറുള്ളത് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സമുദായമായ ഈ ജനതയാണ് ഏറ്റവും ഔന്നിത്യമുള്ള സമൂഹം. നബിമാർ 1,00,000-ലധികം നബിമാർ വന്നു. ആ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും മഹത്വമുള്ള പ്രവാചകൻ, മുസ്ലിം ലോകത്തിന് തർക്കമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം അവിടെന്നാണ് സയ്യിദുൽ മുർസലീൻ, എല്ലാ മുർസലുകളുടെയും അധ്യക്ഷർ, ലീഡർ അവിടെന്നാണ്. അതുകൊണ്ട് തന്നെ സമുദായങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഉത്തമ സമുദായം ഈ സമുദായം. നബിമാരിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പവറുള്ള, ഏറ്റവും മഹത്വമുള്ള പ്രവാചകൻ നമ്മുടെ പ്രവാചകൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അള്ളാഹു ചുമ്മാ സർട്ടിഫിക്കറ്റ് തന്നതാണോ? അള്ള വെറുതെ സർട്ടിഫിക്കറ്റ് തരൂല ആർക്കും. നമ്മളൊക്കെ പൈസ കൊടുത്താലൊക്കെ കിട്ടും സർട്ടിഫിക്കറ്റ്, ഏതും കിട്ടും. അള്ളാഹു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മഹത്വം ഈ ഉമ്മത്തിനും ഈ പ്രവാചകനും തന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. മർമ്മപ്രധാനമായ ഒരു കാരണം, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മുന്തിയ സമൂഹം, ഖൈറു ഉമ്മത്ത് ഈ സമൂഹമാണ്. ഏറ്റവും ഉന്നതരായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ മഹത്വത്തിന്റെ മാനദണ്ഡം, ഔന്നിത്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അൽഹംദുലില്ലാഹ്. എന്താണ് ഏറ്റവും മുന്തിയ സമൂഹം നാം ആകാൻ കാരണം? അൽഹംദുലില്ലാഹ്. ഏറ്റവും ഉയർന്ന പ്രവാചകർ നമ്മുടെ നബിയാകാൻ കാരണം? അൽഹംദുലില്ലാഹ്. ഈ ഉമ്മത്തും ഈ ഉമ്മത്തിന്റെ നേതാവായ പ്രവാചകരും ഹംദിൽ സമ്പൂർണമായി കിടക്കുകയാണ്. ഹംദിൽ വ്യാപൃതരായി കഴിയുന്ന സമൂഹവും പ്രവാചകരുമാണ്. ഈ മഹത്വത്തിന്റെ മാനദണ്ഡം അൽഹംദുലില്ലാഹ് എന്നതാണ്. മനസ്സിലായില്ല? നമ്മെ അള്ളാഹു മുൻകാല ജനതക്ക് പരിചയപ്പെടുത്തി. തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ പറഞ്ഞു കൊടുത്തു, അവസാന കാലത്ത് വരുന്ന പ്രവാചകർ, ആ പ്രവാചകരുടെ സമൂഹം എന്നൊക്കെ പറഞ്ഞ് ഈ ഉമ്മത്തിനെ മുൻകാല വേദങ്ങളിൽ അള്ളാഹു പരിചയപ്പെടുത്തി. വഹാദിഹിൽ ഉമ്മത്തു ഉമ്മത്തുൽ ഹംദ്, സ്തുതിയുടെ സമൂഹമാണ്, ഹംദിന്റെ സമൂഹമാണ്. വലിയ വേദപണ്ഡിതനായിരുന്ന കഅബുൽ അഹ്ബാർ പറയുന്നുണ്ട്, നജിദു മക്തൂബൻ ഫി തൗറാത്തി, ഞങ്ങൾ തൗറാത്ത് പഴയ നിയമം വായിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്താ വായിച്ചത്? അവസാനം വരുന്ന പ്രവാചകന്റെ മഹാത്മ്യം, ആ പ്രവാചകന്റെ അനുയായികളുടെ പവിത്രത ഞങ്ങൾ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താ അതിനകത്തുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്
മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതനായി വരാനിരിക്കുന്നു. എന്താണ് അവിടത്തെ പ്രത്യേകത? ലാ ഫള്ളുൻ വലാ ഖലീൽ. ഗൗരവക്കാരനല്ല ആ പ്രവാചകർ. കാർക്കശ നിലപാട് ഒരു വിഷയത്തിലും ഉണ്ടാവുകയില്ല. പരുഷമായ ഇടപെടലോ പെരുമാറ്റങ്ങളോ ഉണ്ടാകൂല. ആ പ്രവാചകന്റെ ശൈലി എന്താ? വയഅഫു വയഗ്ഫിർ. എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന, എല്ലാവർക്കും പൊറുത്തു കൊടുക്കുന്ന, എല്ലാവരോടും ഉദാര സമീപനം കാഴ്ചവെക്കുന്ന റഹ്മത്തായ തങ്ങള്, റഹ്മത്തായ ഒരു പ്രവാചകൻ. തൗറാത്തിന്റെ പരാമർശ തുടർന്ന് കാണാം. ആ പ്രവാചകൻ മാത്രമല്ല, വ ഉമ്മത്തുഹുൽ ഹമ്മാദൂൻ. നമ്മെക്കുറിച്ച് അല്ലാഹ് മുമ്പ് കഴിഞ്ഞു പോയ ടീമിന് വിവരം കൊടുത്തത് തൗറാത്തിലുള്ളത്. വ ഉമ്മത്തുഹു, കരുണക്കടലായ ആ ദൂതന്റെ സമൂഹം, സമുദായം, അൽ ഹമ്മാദൂൻ, ഏറ്റവും അധികം അൽഹംദുലില്ലയുടെ ആളുകളാണ്, സ്തുതിയുടെ ആളുകളാണ്. എന്ന് വെച്ചാൽ വയഹ്മദൂനഹു അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിനെ സ്തുതിക്കുന്ന ടീമാണവര്. മൂസാ നബിയുടെ ടീമിനെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഈസാ നബിയുടെ സമുദായത്തെ അങ്ങനെ കിട്ടിയിട്ടില്ല. പ്രതിസന്ധി വന്നപ്പോൾ അവരൊക്കെ മൂടും തട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത്, അല്ലേ? എല്ലാ സുഖങ്ങളും ആസ്വദിച്ച, എല്ലാ അനുഗ്രഹങ്ങളും ലൈവായി ചോദിച്ച് വാങ്ങിച്ച സമൂഹമാണ് ഇസ്രായേലര്. പ്രതിസന്ധി വരുമ്പോ പറയും, ഞങ്ങളില്ല, ഞങ്ങൾ ഞങ്ങളെ വഴിക്ക്, നീ മൂസേ നിന്റെ വഴിക്ക് പോക്കോന്ന്. അതവരെ സ്ഥിരം സ്വഭാവ. ഒരു യുദ്ധത്തിന് പോലും വിളിച്ചിട്ട്, ആരാ യുദ്ധത്തിന് വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? വടിയിട്ടിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്ത ആള്. ഫിർഔൻ ലഅനത്തുള്ളയിൽ നിന്ന്, അവന്റെ ഭടന്മാരിൽ നിന്ന് ഒരു വടി കൊണ്ട് രക്ഷപ്പെടുന്ന അത്ഭുതം ലൈവായി കാണിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തിയ പ്രവാചകൻ. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ മന്ന് സെൽവ, കട്ടിത്തേനും കാടപ്പക്ഷിയും ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തു. അള്ളാഹുവിനോട് ചോദിച്ചു, അത് മേടിച്ച സമൂഹം. കുറെ ആയി നോൺ വെജ് കഴിക്കുന്നു മൂസേ, ഇനി ഒരു വെജിറ്റേറിയൻ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറയുന്നുണ്ട്, കുക്കുംബർ, ഉള്ളി, അല്ലേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ ഇറക്കി. ഇത് ശാപ്പിട്ട വിഭാഗം. ഇവരോട് പറഞ്ഞു, ഒരു യുദ്ധത്തിന് പോകണം മക്കളെ എന്ന് പറഞ്ഞപ്പോ എന്താ അവര് പറഞ്ഞത്? ഇദ്ഹബ് അൻത വഖാതിലാ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഓ, ഞങ്ങൾ കുറെ അത്ഭുതമൊക്കെ നിന്റെ ദൈവത്തിൽ നിന്ന് കണ്ടതാണല്ലോ, ആ ദൈവം നിന്റെ കൂടല്ലേ, നിങ്ങൾ രണ്ടാളും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾക്ക് ഒഴിവില്ലാറ്. അപ്പൊ അവര് ഏത് സമയത്തും സ്തുതിക്കാൻ ആ ടീമിനെ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ഉത്തമരായ പ്രവാചകന്റെ ഉത്തമ ഉമ്മത്തിലെ ലീഡർമാരെ നോക്കൂ. അവരെന്താ കണ്ടത്? മക്കയിലെ ദുഷ്ടന്മാർ കണക്കിന് പരിഹസിച്ചു, കണക്കിന് പ്രഹരിച്ചു, ഉപരോധമേർപ്പെടുത്തി, എല്ലാ നിലക്കും ബുദ്ധിമുട്ടിച്ചു. നിസ്സഹായതയാണ് പുണ്യ റസൂലിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് കാണുന്നത്. നേരത്തെ ഇസ്രായേലി മക്കള് മൂസാ നബിയുടെ വിജയം കണ്ടതുപോലെയല്ല മുത്ത് ഹബീബിന്റെ കൂടെ കൂടിയ സ്വഹാബത്ത് കാണുന്നത്. ആണോ? ആ ശരീഫായ തിരുശരീരത്തിൽ, പവിത്രമായ ബോഡിയിൽ കല്ലേറ് കൊണ്ട് രക്തമൊഴുകിയിട്ടുണ്ട്. അവിടത്തെ മുൻപല്ലിന്റെ ഭാഗത്ത് അമ്പ് കൊണ്ടിട്ടുണ്ട്. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട സ്വഹാബത്ത്, ഈ നിസ്സഹായാവസ്ഥ മുഴുവൻ കണ്ട സ്വഹാബത്ത്
എല്ലാ പീഡനങ്ങളും മർദ്ദനങ്ങളും നബി തങ്ങളും സഹാബത്തും ഏറ്റുവാങ്ങിയപ്പോ അതൊക്കെ ലൈവായി പൂമാല പോലെ സ്വീകരിച്ച സഹാബത്ത് യുദ്ധത്തിന് വിളിച്ചപ്പോ നമ്മളെക്കാൾ മൂന്നിരട്ടിയുള്ള ശത്രുക്കളാണ്, സൈന്യമാണ്. നമ്മുടെ കള്ളിയിൽ ആയുധമില്ല, നമ്മുടെ കയ്യിൽ പണമില്ല, മാത്രമല്ല നമ്മളൊക്കെ നോമ്പ് പിടിച്ച് റമദാനിൽ ക്ഷീണത്തിലാണ്. ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകണം. നമ്മെക്കാൾ മൂന്നിരട്ടി വരുന്ന സൈന്യത്തോട് എന്താണ് ആ സ്വഹാബത്ത് പറഞ്ഞത്? യാ റസൂലല്ലാഹ്, പുണ്യ തങ്ങളെ, അങ്ങ് ഞങ്ങളെ കടലിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ അത് ആത്മഹൂതിയാകുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശങ്കിച്ചു നിൽക്കില്ല ഹബീബേ, ഞങ്ങൾ കടലിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാണ്. ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചാലെത്തുന്ന ബർക്കുല്ലിമാദ് എന്ന് പറയുന്ന എവറസ്റ്റ് കൊടുമുടിക്ക് സമാനമായ ആ ഉന്നതമായ ഡേഞ്ചർ സോണിലേക്ക് തങ്ങളെ അങ്ങ് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. മൂസാ നബിയോട് ഇസ്രായേലർ പറഞ്ഞതുപോലെ തങ്ങളെ അങ്ങയോട് ഞങ്ങൾ പറയൂല. അതാണ് ക്വാളിറ്റി. പറഞ്ഞിരിക്കുക ആ നബിയുടെ സമുദായം അൽഹമ്മാദൂൻ അല്ലദീന യഹ്മദൂന അല്ലാഹ തആല അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും അഭിമാനത്തിലും അപമാനത്തിലും രോഗത്തിലും ദുഃഖത്തിലും അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് നിറഞ്ഞ് അല്ലാഹുവിന്റെ വിധിയിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് പറയുന്ന വിഭാഗമാണ് അവസാനം വരുന്ന സമൂഹം, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ നമ്മളെ ക്വാളിറ്റിയായി പറഞ്ഞത്. ലോകത്തൊരു സമുദായത്തിനും ഈ ക്വാളിറ്റി ഇല്ല. ഇനി നമ്മുടെ നബി ഇല്ലേ, 1.25 ലക്ഷത്തോളം നബിമാര് വന്നിട്ട് അതിൽ ഏറ്റവും പവിത്രത പുണ്യ നബിക്കുണ്ടാകാൻ കാരണം ഒരുപാട് കാരണങ്ങളുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പുണ്യ ഹബീബും ഹംദുമായി ബന്ധപ്പെട്ടവരാണ്. അല്ലേ, തങ്ങളെ പരിചയപ്പെടുത്തിയ ഹദീസിൽ കാണാം. തങ്ങളെ എല്ലാവർക്കും അറിയാലോ. ആ മക്കയിൽ ജനിച്ചു വളർന്ന ഖുറൈശി ഖബീലയിൽ തറവാട്ടിൽ ജനിച്ചു വളർന്ന ആ അറബി കുലത്തിനൊക്കെ തങ്ങളെ നന്നായിട്ട് അറിയാം. ഫേമസ് ഫാമിലിയാണ് ഖുറൈശികൾ മക്കത്ത്, അറിയാത്തൊന്നുമല്ല. എന്നിട്ട് 40 വയസ്സിൽ നബിയൊക്കെ ആയിട്ട് അവരോട് പ്രസംഗിക്കുക, അന അഹ്മദു വ അന മുഹമ്മദുൻ വ ഇദാ കാന യൗമൽ ഖിയാമ ലിവാഉൽ ഹംദി മഈ. എന്താണ് പറഞ്ഞത്? അന അഹ്മദു വ അന മുഹമ്മദുൻ. എന്റെ പേരെന്താന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയും അല്ലേ? ഞാൻ പറയാം, ഞാൻ ശിഹാബാണ്. അത് മൊയ്തീരെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയണ കാര്യമല്ല. എന്തിനാ അപ്പൊ അതങ്ങനെ പറയണത്? അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ശിഹാബാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ആ പറയുന്നതിൽ ആ പേരിന്റെ അർത്ഥം ഉദ്ദേശിക്കുമ്പോ, ശിഹാബ് എന്ന് പറഞ്ഞാൽ തീജ്വാല എന്നർത്ഥമുണ്ട്. ഒരുത്തൻ കൊമ്പ് കോർക്കാൻ വരികയാണെങ്കിൽ ഞാൻ ശിഹാബാണ് പറയാ. ഞാൻ അങ്ങനെ ശിഹാബൊന്നുമല്ല കേട്ടോ, സാധുവാണ് നിങ്ങളെ കൂട്ടത്തിൽ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാ. പേരും ഊരും തറവാടും സുപരിചിതമാണ് തങ്ങളുടേത്, മക്കക്കാർക്കെല്ലാം അറിയാം. അവരോടാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, അന അഹ്മദു വ അന മുഹമ്മദുൻ. ഞാൻ അഹ്മദാണ്, ഏറ്റവും അധികം സ്തുതിയുള്ളവനാണു ഞാൻ. വ അന മുഹമ്മദുൻ, സർവരാലും സ്തുതിക്കപ്പെട്ടവനാണു ഞാൻ. ഹംദ് കൊണ്ടൊരു കളി. ഈ ഉമ്മത്ത് മൊത്തം ഹംദിൽ മുങ്ങിക്കുളിച്ച് കിടക്കുക. ഈ ഉമ്മത്തിന്റെ ലീഡറായ തങ്ങളോ പേരുകൊണ്ടും സ്വഭാവം കൊണ്ടും ഗുണം കൊണ്ടും അവസ്ഥ കൊണ്ടും ഹംദുമായി ബന്ധപ്പെട്ട നബിയാണ്. ഞാൻ അഹ്മദാണ്, വ അന മുഹമ്മദുൻ, സർവരാലും സ്തുതിക്കപ്പെട്ടവനാണു ഞാൻ. അല്ലേ, നമ്മളെ മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, ജനിച്ച് 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിങ്ക കൊണ്ടുവന്ന് ഖുറൈശി കേമന്മാർക്കൊക്കെ ഒരു ചാപ്പാടൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിന് പേരക്കെട്ട കഥ മങ്കൂസ് മൗലിദിൽ പറയുന്നുണ്ട് അല്ലേ? ഫഖാലൂ യാ അബ്ദുൽ മുത്തലിബി മാ സമ്മൈത ഇബ്നക.
അബ്ദുൽ മുത്തലിബേ, നിന്റെ പുത്രന്റെ കുഞ്ഞ്, നിന്റെ പൗത്രൻ കൊച്ചുമോന്, ഈ കൊച്ചുമോൻ എന്താണ് പേര് വിളിച്ചത്? അബ്ദുൽ മുത്തലിബേ. ഉപ്പാപ്പാനോട് ഖുറൈശി കാരണവന്മാര് ചോദിച്ചു. ഫഖാല സമ്മൈതുഹു മുഹമ്മദാ, എന്റെ കുഞ്ഞുമോനെ ഞാൻ മുഹമ്മദ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഉടനെ അവരെ ചോദ്യം, ഫഖാലു ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബാഇക. അബ്ദുൽ മുത്തലിബേ, നമ്മുടെ ബാപ്പക്കാരണവന്മാർ, നമ്മുടെ പിതാക്കന്മാരുടെ പരമ്പര പരിശോധിച്ചാൽ ഒരുപാട് നാമങ്ങളുണ്ട്. അബ്ദു ഷംസ് എന്നുണ്ട്, മനാഫ് എന്ന് അബ്ദു മനാഫ് എന്നുണ്ട്, ഖുസൈ എന്നുണ്ട്, കിലാബ് എന്നുണ്ട്, എന്നിങ്ങനെ പൂർവീക പിതാക്കൾക്ക് ഒത്തിരി ഒത്തിരി പേരുകൾ ഉണ്ടായിട്ടും ആ പേരുകളൊന്നും സ്വീകരിക്കാതെ മുഹമ്മദ് എന്ന പേര് ഈ കൊച്ചുമോനെ വിളിക്കാൻ കാരണമെന്തേ അബ്ദുൽ മുത്തലിബേ? അവരെ ചോദ്യം. ഫഖാല അറദ്തു അൻ യഹ്മദഹു മൻ അലൽ ഗബ്റാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. നാട്ടുകാരെ, കബീലക്കാരെ, എനിക്കൊരു നീയത്തുണ്ട്. എന്റെ ഈ കുഞ്ഞിമോൻ ലോകത്താൽ സ്തുതിക്കപ്പെടണം, സർവലോകവും അവനെ വാഴ്ത്തിപ്പറയണം. അതിനു വേണ്ടി ഞാൻ വിളിച്ചത് മുഹമ്മദ് എന്നാണ്. അല്ല വിളിപ്പിച്ചതാണേ. അള്ളാന്റെ ഹബീബിന് അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് അല്ല വിളിപ്പിച്ചതാ. ഇന്ന് ഇങ്ങനെ ഒരു പടപ്പ്, വാഴ്ത്തപ്പെടുന്ന പടപ്പുണ്ടോ? 24 മണിക്കൂർ ആ നാമം ഉയരാൻ. ഇപ്പൊ വാങ്കുവിളി നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇശാ മഗ്‌രിബിന്റെ നേരം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ സുബൈ വാങ്ക് നടക്കുന്ന നാടുണ്ട്, ളുഹർ നടക്കുന്ന നാടുണ്ട്, അസർ വാങ്കുവിളി നടക്കുന്ന സ്ഥലമുണ്ട്. ഇത് 24 മണിക്കൂറും ലോകത്ത് ആ നാമം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. അബ്ദുൽ മുത്തലിബിന്റെ നിയ്യത്ത് അള്ളാഹു സ്വീകരിച്ചു അല്ലേ? അപ്പോ ഏറ്റവും അധികം സ്തുതിയുള്ള ആളുമാണ്, സർവരാലും സ്തുതിക്കപ്പെട്ട യശസ് കൂടിയ അല്ലേ, പുകഴ്ത്തപ്പെടുന്ന ആളുമാണ് തങ്ങള്. തീർന്നില്ല. ഫഇദാ കാന യൗമൽ ഖിയാമ, നാളെ മഹ്ശറാവൻ സഭയിലെ ജനകോടികൾ ഒത്തുകൂടുമ്പോ ഓരോ നബിമാരും അവരുടെ സമുദായവും അവിടെ ഹാജരാക്കപ്പെടുമ്പോ മനുഷ്യകുലം മൊത്തം മഹ്ശറാവൻ സഭയിൽ വന്നണയുന്ന നേരത്ത് വലിവാഉൽ ഹംദി മഈ, ഈ മാനവകുലത്തിന്റെ ലീഡർഷിപ്പ് അള്ളാഹു എനിക്ക് തന്ന് എന്നെ അള്ളാഹു ഒരു പതാക ഏൽപ്പിക്കും. വആദമു വമൻ തഹത വമൻ ദൂനഹു തഹത ലിവാഇ, ആദം നബി തൊട്ട് അതിനുശേഷം വന്ന നബിമാരുമല്ലാത്തവരും എന്റെ കൊടിക്ക് കീഴിൽ അണിനിരക്കുമ്പോൾ ആ കൊടിയുടെ നിറമെന്താ, കൊടിയുടെ വർണ്ണമെന്താ, കൊടിയുടെ വലിപ്പമെന്താ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ കൊടിയുടെ പേര് പറഞ്ഞു, ലിവാഉൽ ഹംദ്, സ്തുതിയുടെ പതാക. അത് ചിലപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നമ്മളെ പാർട്ടി പതാക പോലെയൊന്നും ആയിരിക്കൂല. സ്തുതിയുടെ പതാക അതൊരു സ്വഭാവ ലക്ഷണമായിരിക്കാം. ആരിഫ്യങ്ങൾ പല വിവർത്തനം പറഞ്ഞിട്ടുണ്ട്. നീ അല്ലാഹ് അവിടെ ഒരു കൊടി കൊടുത്താൽ അതുണ്ടാകാം, നമുക്ക് അതിന്റെ രൂപം അറിയില്ല. നബി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ലിവാഉൽ ഹംദ്. അതിന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പേര്, അള്ളാഹ് പരിചയപ്പെടുത്തി കൊടുത്ത പേരെന്ത്? അപ്പൊ ഈ സമുദായം ഉമ്മത്തുൽ ഹംദ്, ഇതിന്റെ നേതാവ് അഹ്മദും മുഹമ്മദും. നാളെ രക്ഷപ്പെടുന്ന പാർട്ടിയുടെ കൊടി ലിവാഉൽ ഹംദ്. ടോട്ടൽ എന്തായി? അൽഹംദുലില്ലാ. അത് മതി, പോരെ? അത് മതി. അതാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. അതാണെല്ലാം. ചുരുക്കി പറഞ്ഞാല് ഖൈറു ഉമ്മത്തിൽ മെമ്പറാകാൻ, മുഹമ്മദ് നബിയുടെ യഥാർത്ഥ സമൂഹത്തിൽ ഉമ്മത്തിലൊരു അംഗമാകാൻ, മെമ്പർഷിപ്പ് കിട്ടാൻ ഒരു യോഗ്യത നിർബന്ധമാണ്. എന്താ നിർബന്ധം? ഈ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ഉമ്മത്തിൽ മെമ്പറായാൽ ഉറപ്പാ ശഫായത്ത്. എന്റെ ഉമ്മത്തിന് എന്റെ ശഫായത്ത് വജബത്ത് എന്നാ പറഞ്ഞത്. ഈ കാലത്ത് ജീവിച്ചത് കൊണ്ട് മുഹമ്മദ് നബിയുടെ സംബോധിതരായ സമൂഹമാകുമെങ്കിലും എന്റെ ഉമ്മത്ത്, എന്റെ പാർട്ടി എന്ന് പറയുന്ന അതില് മെമ്പർഷിപ്പ് കിട്ടിയാൽ ഉറപ്പാ ശഫായത്ത്. അതിൽ മെമ്പർഷിപ്പ് കിട്ടാൻ എന്താ മാർഗം?
ഹംദ് എന്താണറിയണം, ഹംദിന്റെ ആശയമറിയണം, ഹംദ് ഉൾക്കൊള്ളണം, എന്നിട്ട് ഹംദ് പ്രഖ്യാപിക്കണം. അപ്പോൾ ഉമ്മത്തുൽ ഹംദിൽ നമ്മളും അംഗമാകും, മെമ്പറാകും. പുണ്യനബിയുടെ ശഫാഅത്ത് കിട്ടും, ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടും. നേരെ മറിച്ച് അൽഹംദുലില്ലാഹിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ആശയ തലങ്ങളൊന്നും പഠിച്ചില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ക്ലാസ് വെച്ച് എല്ലാവരും വന്നു, ഒരു മൂലയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി ഹംദിന്റെ അർത്ഥം പറഞ്ഞപ്പോ. ഇവിടെ അല്ലട്ടോ, ഇവിടെ ആരും ഉറങ്ങുന്നില്ല. ഇങ്ങനെ ഹംദിന്റെ ആശയം ഗ്രഹിക്കാതെ അത് ഉൾക്കൊള്ളാതെ ചുമ്മാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതി, അല്ലെങ്കിൽ നിഅമത്ത് കേട്ടപ്പോ ഹംദുലില്ലാഹ് ഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അതെന്താണെന്നറിയാതെ പറഞ്ഞാൽ കൂലി ഇല്ല എന്ന് മാത്രമല്ല, അനവസരത്തിൽ പറഞ്ഞാൽ അത് അപരാധം വരെ ആകാം, റോങ്ങാകാം, കുറ്റകരമാകാം. അൽഹംദുലില്ലാഹ് പറഞ്ഞാലും കുറ്റം ഉണ്ടാവുമോ? അതെ, അതെന്താണെന്ന് മനസ്സിലാക്കാതെ അനവസരത്തിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അത് കുറ്റമാകും. അങ്ങനെയുണ്ട്. അതിഗംഭീരമാണ് അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കറിയോ, ഒരു മഹാജ്ഞാനിയുണ്ടായിരുന്നു ബഗ്ദാദിൽ. അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. കച്ചവടക്കാരൻ എന്നതിലുപരി ലോകത്ത് അറിയപ്പെട്ട വലിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? മഹാനായ സരീയുസ്സിഖ്തി റളിയല്ലാഹു അൻഹു. കിതാബുകളില്, പ്രത്യേകിച്ച് തസവൂഫിന്റെ കിതാബുകളില്, ആത്മസംസ്കരണ ശാസ്ത്രം പറയുന്ന കിതാബുകളില് ആ മഹാന്റെ ഉദ്ധരണികൾ എമ്പാടും കാണാം. ഇമാം സരീയുസ്സിഖ്തി റഹിമഹുല്ലയുടെ. അദ്ദേഹം ബഗ്ദാദിലെ കച്ചവടക്കാരനാണ്. ഒരു വേള അദ്ദേഹം ഇറാഖ് വിട്ട്, ബഗ്ദാദ് വിട്ട് പുറം നാട്ടിലേക്ക് യാത്ര പോയി. അപ്പോഴാണ് ഒരു സംഭവം നടന്നത്. ബഗ്ദാദിലാകെ അഗ്നിബാധ, അടക്കി തീ പിടിച്ചു. വല്ലാത്ത അഗ്നിബാധ. ഒരുപാട് കടകളും കുടിലുകളും കത്തിച്ചാമ്പലായി. പക്ഷേ അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ വലിയായ സരീയുസ്സിഖ്തിയുടെ കടക്ക് ഒരു പോറലുമേറ്റില്ല. തീ അങ്ങോട്ട് കടന്നു വന്നില്ല. സരീയുസ്സിഖ്തി ഉള്ള നാട്ടിലേക്ക് ദൂതന്മാർ ചെന്നുകൊണ്ട് പറഞ്ഞു, ഫഖീല ലഹു ഇഹ്തറഖസ്സൂഖ്, ബഗ്ദാദ് പട്ടണം കത്തിച്ചാമ്പലായി പോയി. പക്ഷേ വമഹ്തറഖ ദുക്കാനുക, നിങ്ങളുടെ കടക്കൊന്നും പറ്റിയിട്ടില്ല, അത് തകർന്നിട്ടില്ല, കത്തിച്ചാമ്പലായിട്ടില്ല. ഫഖാല, ഉടനെ സരീയുസ്സിഖ്തി എന്ന വലിയ പറഞ്ഞു അൽഹംദുലില്ലാഹ്. 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോ സുമ്മഖാല, സ്വന്തം മനസ്സിനോട് ചോദിച്ചു, കൈഫ ഖുൽത അൽഹംദുലില്ലാഹ് അലാ സലാമത്തി ദൂനൽ മുസ്ലിമീൻ. ഈ ബഗ്ദാദിൽ എന്റെ സഹോദരന്മാരായ മുസ്ലിമീങ്ങളുടെ കടകളൊക്കെ കത്തിച്ചാമ്പലായി പോയിട്ട് എന്റെ കട മാത്രം രക്ഷപ്പെട്ടതിൽ, സുരക്ഷിതമായി നിലനിന്നതിൽ ഞാൻ എങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കും? അതൊരു റോങ് അൽഹംദുലില്ലയല്ലേ എന്ന് സ്വന്തത്തോട് ചോദിക്കുകയും ഫതാബ മിനത്തിജാറ, ആ കച്ചവടം ഒഴിവാക്കാൻ, ദാനം ചെയ്ത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. തൗബത്തൻ വ ഇസ്തിഗ്ഫാറൻ മിൻ ഖൗലിഹി അൽഹംദുലില്ലാഹ്. പിന്നെ 30 കൊല്ലാണ് ആ മഹാൻ ജീവിച്ചത്. ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ 30 കൊല്ലവും അസ്തഗ്ഫിറുല്ലാഹൽ അളീം, എന്റെ റബ്ബേ, എന്റെ സഹോദരന്മാരുടെ വേദന കാണാതെ, അവരുടെ പതനങ്ങൾ ഞാൻ മനസ്സിലാക്കാതെ, അവരുടെ നഷ്ടങ്ങളെ ഞാൻ കാര്യമാക്കാതെ, എന്റെ താൽക്കാലിക ലാഭത്തിൽ ഞാൻ നിന്നെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, അത് നിനക്കിഷ്ടമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, 30 കൊല്ലം ഖേദിച്ചുകൊണ്ട്, 30 കൊല്ലം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് ജീവിച്ചു എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പോലും ഇഹ്യയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇമാം റാസി തങ്ങള് തഫ്സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ചരിത്രം. ചുരുക്കത്തില് നമ്മൾ ഈ അൽഹംദുലില്ലാ പറയുന്നത് ഏത് അള്ളാഹുവിനോടാ? തൽക്കാലം ആരോഗ്യം തരുന്ന അള്ളാഹുവിനെയല്ല നാം സ്തുതിക്കേണ്ടത്. താൽക്കാലികം സാമ്പത്തിക സുരക്ഷ തന്ന അള്ളാഹുവിനെയല്ല നാം സ്തുതിക്കേണ്ടത്. താൽക്കാലികം ഒരു സുഖം തന്ന അള്ളാഹുവിനെയല്ല നാം സ്തുതിക്കേണ്ടത്. നാം റഹ്മാനായ അള്ളാഹുവിനെയാണ്, റഹീമായ അള്ളാഹുവിനെയാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെയാണ് സ്തുതിക്കേണ്ടത്. മനസ്സിലായോ? ഫാത്തിഹയാണ് ഈ പഠിക്കുന്നത്. ഫാത്തിഹയിൽ പഠിക്കാനുള്ളതാ. ഏത് അള്ളാനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? എനിക്കെന്റെ കാര്യം രക്ഷപ്പെടുത്തി തന്ന അള്ളാഹ്, ഞാൻ അവനോട് കടപ്പാടുള്ളവനാണ്, ഞാൻ അവനെ സ്തുതിക്കാൻ റെഡിയാണ്. അതല്ല ഫാത്തിഹ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്നത്. പിന്നെയോ റബ്ബുൽ ആലമീനാണ് ഞാൻ സ്തുതി പറയുന്നത്, റഹ്മാനാണ് ഞാൻ സ്തുതി പറയുന്നത്, റഹീമിനാണ് ഞാൻ സ്തുതി പറയുന്നത്. ഈ റബ്ബുൽ ആലമീന്റെ തർബിയത്തിന്റെ ഭാഗമായി ചിലപ്പോ നാശം വരും, നഷ്ടം വരും, അപമാനം വരും, വേദന വരും, അതുപോലെ സാമ്പത്തിക തകർച്ച വരും. ഇതൊക്കെ റഹ്മാനായ റബ്ബുൽ ആലമീനായ റഹീമായ തമ്പുരാന്റെ ചില ഇടപെടലാണ്. എന്നാലും അവനോട് എനിക്ക് സ്തുതിയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇത്ര കാലം ഏതല്ലാനെ സ്തുതിച്ചത്? ഏതല്ലാനെ സ്തുതിച്ചിരുന്നു ഇത്ര കാലം? സുഖം തരുമ്പോ മാത്രം അള്ളാനെ സ്തുതിക്കും, സുഖമില്ലാത്ത നേരത്തെ നമ്മളാണ് അവഗണിക്കും. ഫാത്തിഹയിൽ അതല്ല പറയുന്നത്. എനി ടൈം, ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അൽ ഹമ്മാദൂൻ അൽ ഹാമിദൂൻ എന്ന് ഖുർആൻ പറഞ്ഞു. ഞാനൊരു വേറൊരു ചരിത്രം പറഞ്ഞോട്ടെ നിങ്ങളോട്. ഈ വെറുതെ ഗ്രൂപ്പ് കളിച്ച് സംഘടന കളിച്ച് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. അള്ളാന്റെ ഔലിയാക്കൾ പറയുന്നത് കേൾക്കണം. അവർക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇസ്ലാം അല്ലാത്തൊരു സംഘടന ഉണ്ടായിരുന്നില്ല. ഔലിയാക്കളിലെ അധ്യക്ഷൻ ശൈഖ് ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ ബഗ്ദാദിലെ മദ്രസയിൽ ഇരിക്കണ നേരത്ത് ആളുകള് ബീച്ചിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു, കടലിൽ നല്ല തിരമാലയും കാറ്റും ഉണ്ട്. എന്നിട്ട് അവിടെയുള്ള പായക്കപ്പലുകളൊക്കെ മുങ്ങിപ്പോയി, തിരയിൽപ്പെട്ടിട്ട് എല്ലാം മുങ്ങിപ്പോയി. നിങ്ങളെ കപ്പലിനൊന്നും പറ്റിയിട്ടില്ല. മറ്റുള്ളവർ നങ്കൂരമിട്ട സകല പായ്ക്കപ്പലുകളും ഈ തിരമാലകളിലും കൊടുങ്കാറ്റിലും പെട്ട് മറിഞ്ഞ് കടലിലേക്ക് ഒഴുകിപ്പോയപ്പോ നിങ്ങളെ കപ്പൽ മുങ്ങിയിട്ടില്ല ശൈഖ് തങ്ങളെ എന്ന് കടലോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അത് കണ്ടുവന്നിട്ട് ബഗ്ദാദിലെ മദ്രസയിൽ വന്ന് പറഞ്ഞു. ഫഖാല അൽഹംദുലില്ലാഹ്. അപ്പൊ കുഴപ്പമില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിനെതിരായില്ലേ? എല്ലാരെ കപ്പലും മുങ്ങി, നിങ്ങളെ കപ്പലിനൊന്നും പറ്റിയിട്ടില്ല എന്ന നാട്ടുകാരൊന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു ശൈഖ് ജീലാനി? അൽഹംദുലില്ലാഹ്. അപ്പൊ അത് റോങ്ങായില്ലേ? ഇല്ല, മുഴുവൻ കേൾക്കും മനസ്സിലാവും. ഇച്ചിരി കഴിഞ്ഞു, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വേറെ ഒരു സംഘം കടലോരത്ത് നിന്ന് ഓടിക്കിതച്ചു വന്ന് പറഞ്ഞു, അല്ല ശൈഖ് തങ്ങളെ, പിന്നെ ഒരു ഭീകര കൊടുങ്കാറ്റും അതുപോലെ രാക്ഷസ തിരമാലകളും വന്നപ്പോൾ നിങ്ങളുടെ കപ്പലും മുങ്ങിപ്പോയിട്ടുണ്ട്. ഫഖാല അൽഹംദുലില്ലാഹ്. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. നിങ്ങളത് കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആദ്യം വന്ന ടീം പറഞ്ഞപ്പോൾ അപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് നിങ്ങളെ കപ്പലും മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഈ ആൾക്കാർ ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ആദ്യത്തെ അൽഹംദുലില്ലാഹ് തിരിഞ്ഞു, കാരണം ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. ആദ്യത്തെ അൽഹംദുലില്ലാഹിന്റെ മീനിങ് തിരിഞ്ഞു, ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. ഈ രണ്ടാമത് നിങ്ങളെ കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് അത് ഏതർത്ഥത്തിലാ മനസ്സിലായില്ലല്ലോ. ശൈഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ 2 സമയത്തും അൽഹംദുലില്ലാഹ് പറഞ്ഞത് ഒരൊറ്റ അർത്ഥത്തിലാണ്. ആദ്യം നിങ്ങൾ എന്റെ കപ്പൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ
ഏതർത്ഥത്തിലാണോ ഞാൻ അൽഹംദുലില്ല പറഞ്ഞത് അതേ അർത്ഥത്തിലാണ് എന്റെ കപ്പൽ മുങ്ങിപ്പോയി എന്ന വാർത്ത നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ അപ്പ പറഞ്ഞ അൽഹംദുലില്ലയും ആദ്യത്തെ അതേ അർത്ഥത്തിലായിരുന്നു. രണ്ട് അൽഹംദുലില്ലയും ഒരേ അർത്ഥത്തിലാണ് പറഞ്ഞത്. അവര് പറഞ്ഞു കൂടുതൽ കൺഫ്യൂഷൻ ആയല്ലോ, എന്താ നിങ്ങൾ ഈ പറയും, ഭ്രാന്താണോ? നബിമാരൊക്കെ ഭ്രാന്തന്മാരാക്കിയിട്ടുണ്ട്. അവര് ഭൗതിക ലോകത്തേക്കല്ല നോക്കുക, അള്ളാഹുവിലേക്കാ നോക്കുക. അപ്പൊ അങ്ങനത്തെ ഭ്രാന്തൊക്കെ പറയും. ഇതൊക്കെ ഒരു ഭ്രാന്ത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ. ഞാൻ രണ്ട് അൽഹംദുലില്ല പറഞ്ഞതും ഒരർത്ഥത്തിലാണ്. അതെന്താന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഏതെന്താന്ന് വെച്ചാല്, നിങ്ങൾ ആദ്യം വന്ന് എന്നോട് എല്ലാരെ കപ്പലും മുങ്ങിപ്പോയി, നിങ്ങളെ കപ്പല് മുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി. അമിതാഹ്ലാദം ഉണ്ടോ? എല്ലാവരും തകർന്നപ്പോ ഈ മഹാന്റത് പോയിട്ടില്ല എന്നുള്ള ഒരു റുജുബുണ്ടോ? ആത്മാഭിമാനവും ആഹ്ലാദവും ഉണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് നോക്കിയപ്പോ ഇല്ല. എല്ലാവരും തകർത്ത അള്ളാഹ് ഇപ്പൊ തൽക്കാലം എൻ്റെത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ അള്ള ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഒരു അമിതാഹ്ലാദും സന്തോഷമൊന്നും കണ്ടില്ല. അതിന് എന്റെ റബ്ബിൽ പൊരുത്തപ്പെട്ടതിന് റബ്ബുൽ ആലമീനെയാണ് ഞാൻ സ്തുതിച്ചത്, എന്റെ കപ്പൽ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെയല്ല. കപ്പലിന്റെ ഉടമസ്ഥൻ ആലമീൻ എന്ന് പറഞ്ഞതിൽ കപ്പല് വിട്ടു, ആലമീൻ എന്ന് പറഞ്ഞതിൽ പള്ളി വിട്ടു, ആലമീൻ എന്ന് പറഞ്ഞതിൽ കൃഷി പെട്ടു, ഒക്കെ പെട്ടു. അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആ അള്ളാഹുവിനെയാണ് ഞാൻ അപ്പോൾ സ്തുതിച്ചത്. രണ്ടാമത് നിങ്ങൾ വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ കപ്പലും മുങ്ങിപ്പോയി. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത്, ഞാൻ എൻ്റെ മനസ്സിലേക്ക് നോക്കി, ദുഃഖമുണ്ടോ, നഷ്ടബോധമുണ്ടോ, മനസ്സിൽ സങ്കടമുണ്ടോ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തി നോക്കി. കുഴപ്പമില്ല, റബ്ബുൽ ആലമീൻ അത് നിലനിർത്തേണ്ട നേരം നിർത്തി, അത് മുക്കേണ്ട നേരം മുക്കി. ഒരു അനക്കും മനസ്സിനില്ല. റബ്ബുൽ ആലമീനിലുള്ള തൃപ്തി, വിധിയിലുള്ള സംതൃപ്തി രണ്ട് സമയത്തും എന്റെ മനസ്സിൽ ഞാൻ കണ്ടു. അതിനെയാണ് ഞാൻ സ്തുതിച്ചത്. അക്കാരണത്താലാണ് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത്. ഈ ആശയം ഖുർആൻ പറയുന്നുണ്ട്. ഇതിപ്പോ വലിയ ഔലിയാക്കളെ കഥയല്ലേ മൊയ്തേരെ, ഇതൊക്കെ മൂവാറ്റുപുഴക്കാരോട് തട്ടണോ, സാധാരണക്കാരോടുള്ള വല്ല വഴുതും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. ഇതൊന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹു ഖുർആനിൽ. ഇത് പഠിച്ചാൽ എന്താ അറിയോ, ഇതൊരു സുഖം കിട്ടും മനസ്സിന്. മാ അസ്വാബ മിൻ മുസീബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. സൂറത്തുൽ ഹദീദിൽ ഇങ്ങനെ കാണാം. കൃത്യമാണല്ല ഈ പറഞ്ഞത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു വിപത്തും വരുന്നില്ല, ഒരു നാശവും ഒരു അപകടവും ഒരു ദുരന്തവും ഭൂമിയിൽ വരുന്നില്ല. അത് വെള്ളപ്പൊക്കമാകട്ടെ, ഭൂമി കുലുക്കമാകട്ടെ, കൊടും ചൂടാകട്ടെ, വരൾച്ചയാകട്ടെ, കനത്ത മഴയാകട്ടെ, കൊടുങ്കാറ്റാകട്ടെ, ഭൂമിയിൽ വരുന്ന ദുരന്തങ്ങളൊക്കെയും വലാ ഫീ അൻഫുസികും, നിങ്ങളിൽ വരുന്ന ദുരന്തങ്ങൾ, ശാരീരികമായ ദുരന്തങ്ങൾ, മാനസികമായ ദുരന്തങ്ങൾ, സാമ്പത്തികമായ ദുരന്തങ്ങൾ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാം അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ കിതാബിലില്ലാതെ ഇവിടെ ഒരു ഈച്ച അനങ്ങില്ല, ഒരു പുൽക്കൊടി ഇളകുകയില്ല, ഒരു മൺതരി ഇവിടെ ഉണ്ടാവുകയില്ല. എല്ലാം അവന്റെ കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ, അവന്റെ തീരുമാനപ്രകാരമല്ലാതെ
പ്രപഞ്ചത്തിലോ പ്രകൃതിയിലോ ഭൂമിയിലോ നിങ്ങളിലോ സമ്പത്തിലോ ഒരു നാശവും നഷ്ടവും വരില്ല. ഒക്കെ അള്ളാന്റെ കിതാബിലുണ്ട്. ഒക്കെ പാടെങ്ങനെ രേഖപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ മൂവാറ്റുപുഴ പള്ളിയിൽ പെയിന്റിങ് നടക്കുകയാണെന്ന് അള്ളാന്റെ കിതാബിൽ ഉണ്ടാവുമോ? ഉണ്ട്. അതൊക്കെ പാടപ്പം എങ്ങനെ നടക്കുക? ഇന്ന ദാലിക അലല്ലാഹി യസീർ. പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ് നാം. അല്ലെങ്കിൽ അത് ആ ഉദാഹരണം തന്നെ കുറച്ച് ഓവർ, അങ്ങനെ പറയാൻ പാടില്ല. അതിനൊക്കെ അള്ളാന്റെ ഒരു കേസ് നമുക്ക് ഉപമയിലൂടെ പറഞ്ഞ് മനസ്സിലാവില്ല. അത് ഉപമകൾക്കും ഉദാഹരണങ്ങൾക്കും അതീതമാണ്. എല്ലാം അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. ഇത് അള്ളാഹ് പറയാണ്. എന്തിനാ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾക്ക് എന്തിനാ അത് പഠിപ്പിച്ചെന്ന്? മിസ്സായി പോയതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിതരാകാതിരിക്കാൻ വേണ്ടി. ലഭിച്ചതിൽ നിങ്ങൾക്ക് അമിതാഹ്ലാദമില്ലാതിരിക്കാൻ, ഓവർ സന്തോഷം വേണ്ട, നഷ്ടപ്പെട്ടാൽ ദുഃഖം വേണ്ട. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പൊ എന്താ ഈ പറഞ്ഞത്? അള്ളാഹ് തരേണ്ടിയവർക്ക് തരും, ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കൂല, തളർത്തേണ്ടവരെ തളർത്തും, ഉയർത്തേണ്ടവരെ ഉയർത്തും. ഇതൊക്കെ റബ്ബുൽ ആലമീന്റെ ഇടപാടാ. നമുക്കൊന്നേ പറയാനുള്ളൂ. എന്താ നമുക്ക് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതല്ലാതെ ഒന്നും പറയാനില്ല. നമ്മുടെ പ്ലാനുകൾക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ആണ് അള്ളാഹുവിന്റെ വിധി. വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറു. നാം പ്ലാൻ ചെയ്യും, നാം പരിശ്രമിച്ചു നോക്കും, പക്ഷെ നടക്കുന്നത് വേറൊന്നായിരിക്കും. അത് റബ്ബുൽ ആലമീന്റെ പണിയാണ്. അൽഹംദുലില്ലാ. എത്രത്തോളം ശ്രദ്ധിക്കുക, എത്രത്തോളം നമ്മുടെ പ്ലാൻ നടന്നില്ല, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞാല് അള്ളാനെ തെറി പറയേ, വിധിയെ പഴിക്കേ ചെയ്യരുത്. അൽഹംദുലില്ലാ. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടു എന്ന് വെക്കുക, നല്ലൊരു കാര്യം. പെരുമ്പാവൂർ പള്ളി അല്ല, മൂവാറ്റുപുഴ 10-15 കൊല്ലത്തെ കുഴപ്പമാണ്. അത് പിന്നെ അങ്ങോട്ടേ പോവുള്ളൂ. മൂവാറ്റുപുഴ പള്ളിയിൽ ഇപ്പോൾ ഇങ്ങനെ വർക്കൊക്കെ നടക്കുക, മെയിൻ്റനൻസ് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് പൈസ കൊടുക്കണം, പ്ലാൻ ഇട്ടു. പക്ഷെ ആ പൈസ മിസ്സായി പോയി, തരാൻ പറ്റിയില്ല. മെനകേടായി പോയല്ലോ. ഛേ, പറയാൻ പാടില്ല. അത് തരാൻ പറ്റാത്തത് റബ്ബുൽ ആലമീന്റെ ഇടപെടലാണ്. റബ്ബുൽ ആലമീന്റെ തർബിയത്തിൽ ഈ പള്ളിയും വരും. പള്ളി വരുന്നല്ല, പള്ളി ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു അനാഥ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നു, ഒരു വിധവയുടെ വീട് പണി നടക്കുന്നു, അവിടെ നിന്ന് ആക്റ്റീവാകണം, അവിടെ നിന്ന് സേവന നിരതനാകണം. അടുത്ത 1-ാം തീയതിയാണ് എന്ത്? ഈ കൊച്ചിന്റെ കല്യാണം. അല്ലെങ്കിൽ വിധവന്റെ വീട് കയറി താമസം. 31-ാം തീയതിയാണ് പനി പിടിച്ചിട്ട് ഒറ്റ സൈഡാകല. 3-ാം തീയതി പനി കഴിഞ്ഞിട്ട് റിലീസായി. പണ്ടാര പനി. പറയരുതേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു നന്മക്ക് പ്ലാൻ ഇട്ടിട്ട് ആ നന്മ പൊളിഞ്ഞാല്, ഈമാനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്താ പറയാ? അപ്പൊ അൽഹംദുലില്ലാ പറയോ? ഛേ, പടച്ചോനെ ഇതെന്നോട് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറയാ? മനോഹരമായ, വളരെ അതിഗംഭീരമായ ഒരു ചരിത്രത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. ഏത് മെസ്സേജ്? എന്ത് നന്മക്ക് പ്ലാൻ ഇട്ടിട്ട് അത് പൊളിഞ്ഞാലും അൽഹംദുലില്ലാ പറഞ്ഞ അവിടെ സബൂറായിട്ടിരിക്കണം. അതിന് നേട്ടം വലുതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം. വളരെ ഗംഭീരമായ ചരിത്രമാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് തങ്ങള്. മുമ്പ് ഒരാളുണ്ടായിരുന്നു, ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. ഫഖാല, ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ലഅതസദ്ദഖന്ന ബിസദഖത്തിൻ, ഞാനൊരു ദാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ധർമ്മം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഖജനാവിലുണ്ട് കൈയിട്ടിട്ട് ഒരൊറ്റപ്പിടുത്തം സ്വർണ്ണാണേ, അതും എടുത്തിട്ട് ഫഖറജ ബിസദഖതിഹി, കൂരിരുട്ടുള്ള രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു. ആർക്കെങ്കിലും ഇത് കൊടുക്കണം എന്ന് തീരുമാനിച്ച് നടന്ന് ചെന്നെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പെരുങ്കള്ളൻ മോഷണത്തിന് വേണ്ടി രാത്രി ഇറങ്ങിയിട്ടുണ്ട്. ആ കള്ളന്റെ കയ്യിലാണ് ഈ സ്വതക്ക വെച്ചു കൊടുത്തത്.
കള്ളൻ അത് മേടിച്ച് അന്ന് മോഷണത്തിന് പോകാതെ വീട്ടിൽ പോയി. പിറ്റേ വെളുപ്പാങ്കാലത്ത് പകലില് നാട്ടുകാർ പറയുന്നു ആരോ ഒരു കള്ളന് ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ഈ കൊടുത്ത മഹാന് കേൾക്കാണ്. പണ്ടാറടങ്ങിയാലോ എന്നാണ് നമ്മൾ പറയാ അല്ലേ. ഒരു മൊല്ലാക്കാക്ക് ഒരു 100 ഉറുപ്പിക എടുത്തു. പിറ്റേന്ന് ആ മൊല്ലാക്ക എന്തോ കേസിൽ പിടിക്കപ്പെട്ടു. പണ്ടാറടങ്ങിയാലോ 100 രൂപ എന്നല്ലേ നമ്മൾ പറയാ അല്ലേ. നമ്മളൊക്കെ ഈമാന്റെ റേഞ്ചാപ്പി പറയുന്നത്. കള്ളന്റെ കയ്യിലാണ് തന്റെ സ്വതക്ക എത്തിയതെന്ന് കേട്ടപ്പോ ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചവനെ നീ എന്നെ ഏൽപ്പിച്ച സ്വത്ത് ഞാൻ ദാനം നൽകിയപ്പോ അതൊരു കള്ളനാണ് കിട്ടിയതെങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു. ഇസ്ലാമാണിത്. ഇത് കാക്കാമാരെ ഗുണ്ടായിസല്ല, ഇത് വർഗീയതയല്ല, ഇത് സ്വജനപക്ഷപാതമല്ല, ഇത് കാരുണ്യത്തിന്റെ പ്രസ്ഥാനമാണ്, ഇത് മാനവികതയുടെ ഉന്നതമായ പ്രസ്ഥാനമാണിത്. കണ്ടോ ഇദ്ദേഹം ആ ദിവസം പകലിൽ അടുത്ത പ്രതിജ്ഞ, ഞാൻ ഇന്ന് രാത്രിയും ദാനം ചെയ്യും. അങ്ങനെ അന്ന് ദാനം കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഈ സ്വത്തും പിടിച്ചിട്ട് രാത്രി ഇറങ്ങി. അന്നത്തെ രാത്രി ഈ സ്വതക്ക കയ്യിലെത്തിയത് ആരെ കയ്യിലാ? സ്വന്തം ശരീരം വിൽപ്പന നടത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു വ്യഭിചാരി പെണ്ണ്, വേശ്യപ്പെണ്ണ്, അവളെ കയ്യിലായി ഈ പൈസ കിട്ടിയത്, ധനം കിട്ടിയത്. പിറ്റേന്ന് പകലിൽ കവലയിൽ സംസാരം. ഇന്നലെ മറ്റോൾക്ക് ആരോ ദാനം കൊടുത്തിട്ടുണ്ട് നാട്ടുകാര്. ഈ വിവരം കേട്ടപ്പോ ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, എനിക്ക് പരിഭവമില്ല അല്ലാ, സ്വന്തം ദേഹം വിറ്റ് ജീവിക്കുന്ന പെണ്ണ് ഗതികേട് കൊണ്ടല്ലേ ഞാൻ ഈ കൊടുത്ത സ്വതക്ക അവളെ കയ്യിലെത്തിയതിൽ എനിക്ക് പരാതിയില്ല അല്ലാ, ലക്കൽ ഹംദു, നിനക്ക് സ്തുതി. ഇതാരായി പറഞ്ഞത്? ആര് പറഞ്ഞ കഥയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഥ. എവിടെയുള്ളത്? ബുഖാരിയിലുണ്ട്, പിന്നെ എവിടെ ഉണ്ട്? മുസ്ലിമിലും ഉണ്ട്. ഇത് കേട്ടിട്ടും അൽഹംദുലില്ലാ പറഞ്ഞ വ്യക്തി 3-ാം നാൾ തീരുമാനം എടുക്കുകയാണ്, നബി സ്വതക്ക, ഇന്നും കൊടുക്കും ഞാൻ. അന്ന് ഈ ധനം കൊണ്ട് രാത്രിയിൽ പുറത്തിറങ്ങി. ആ നാട്ടിലെ ഏറ്റവും വലിയ പണച്ചാക്ക്, വലിയ പണക്കാരൻ, അയാളെ കയ്യിലാ വെച്ചു കൊടുത്തത്. അയാളത് ചായക്കടയിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആരോ കാര്യമായിട്ടൊരു കിഴി എനിക്ക് സ്വതക്ക തന്നിട്ടുണ്ട്. നാട്ടുകാര് വെളുപ്പാങ്കാലത്ത് പരസ്പരം പറഞ്ഞു, ഒരു വലിയ മുതലാളിക്കാരോ ദാനം കൊടുത്തിട്ടുണ്ട് അത്രേ. ഈ വാർത്ത കൊടുത്ത മഹാത്മാവ് കേട്ടപ്പോൾ ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖിൻ വഅലാ സാനിയത്തിൻ വഅലാ ഗനിയിൻ, ഞാൻ കൊടുത്ത ധനം ഒരു വ്യഭിചാരി പെണ്ണിന്റെ കയ്യിലെത്തിച്ച അല്ലാ, ഒരു മോഷ്ടാവിന്റെ കയ്യിലെത്തിച്ച അല്ലാ, ഒരു മുതലാളിയുടെ കയ്യിലെത്തിച്ച അല്ലാ, നീ റബ്ബുൽ ആലമീനല്ലേ, നീ അവരെയും പോറ്റുന്നവനല്ലേ, അവർക്ക് വേണ്ടത് എന്റെ കൈ കൊണ്ട് നീ നൽകി എന്നല്ലാതെ അല്ലാഹുമ്മ ലക്കൽ ഹംദ്. എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ഇങ്ങനെ ഇത് അൽഹംദുലില്ലാ പറഞ്ഞപ്പോ പിന്നെ നബി തങ്ങൾ പറയാ പിന്നുള്ളത്, ആ രാത്രിയിൽ അള്ളാഹുവിന്റെ മലക്ക് ആ മഹാത്മാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മാ സ്വദഖതുക ഫഖദ് ഖുബിലത്ത്, നിങ്ങളെ സ്വദഖ അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു. നമ്മളെന്തോരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്വപ്നോ ഒരു വെളിപ്പാടോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതൊരു നബിയൊന്നല്ലേ ഇദ്ദേഹം, ഒരു നല്ല സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു. അമ്മാ സ്വദഖതുക ഫഖദ് ഖുബിലത്ത്, നിങ്ങൾ ഈ കൊടുത്ത 3 സ്വദഖ ഉണ്ടല്ലോ അല്ലാഹ് കബൂലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഒരു ഇരട്ടി ലാഭമാണ് അതിലുണ്ടായിട്ടുള്ളത്. ആ സ്വതക്കയിൽ ഇരട്ടി ലാഭം. എന്തുകൊണ്ട്? പെരുങ്കള്ളന് ദാനം കൊടുത്തപ്പോ, സ്വതക്ക കൊടുത്തപ്പോ,
അയാൾ അതോടുകൂടെ മോഷണം നിർത്തി. പടച്ചോനെ, ഇനി ഞാൻ ഈ പണിക്ക് പോവില്ല അല്ലാ. അപ്പോ നോക്ക്, അയാൾ രക്ഷപ്പെട്ടു, അയാൾക്ക് സാമ്പത്തികമായിട്ട് കിട്ടി, പാവത്തിന് കൊടുത്താൽ സാമ്പത്തികമായിട്ട് കിട്ടി എന്നല്ല പേരുള്ളത്. അതിനു പുറമെ അദ്ദേഹം തൗബ ചെയ്ത് നന്നായി. ശരീരം വിറ്റ് ജീവിക്കുന്ന വേശ്യപ്പെണ്ണ് അവള് ശരീര വിൽപ്പന നിർത്തി. മുതലാളി ആ വലിയ മുതലാളിക്ക് കൊടുത്ത സ്വതക്കല്ലേ. അദ്ദേഹം പാഠം പഠിക്കാൻ അത് കാരണമായി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, ടോയ്ലറ്റിൽ പോയി വിരല് വെക്കുന്ന മുതലാളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇമ്മാതിരി മുതലാളി എന്ന് ഇയാള് ഒരാൾക്ക് 5 പൈസ കൊടുക്കൂലായിരുന്നു. ഇത് കിട്ടിയപ്പോ പടച്ചമ്പുരാൻ എന്നെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ എനിക്കാണ് ഈ തന്നേക്കുന്നത്, മോന്തക്കടിയിട്ടിയ മാതിരിയായില്ലേ. അദ്ദേഹം അള്ളാഹു കൊടുത്ത ധനത്തിൽ നിന്ന് പിന്നെ ദാനം ചെയ്യുന്ന പിശുക്ക് ലുബ്ധ മനോഭാവം മാറ്റിവെച്ച് നല്ലവനായി തീർന്നു. കണ്ടോ, ഇരട്ടി ഗുണം. എന്തുകൊണ്ടത് കിട്ടിയത്? പ്രാഗി പറഞ്ഞാൽ കിട്ടൂല. പണ്ടാറടങ്ങിയാലോ ആ തേവടിച്ചിക്കാണോ കൊടുത്തത്? പടച്ചോനെ പോയല്ലോ മാർക്ക്. ഇതാണിപ്പോ നമ്മളെ ഈമാൻ. പറ്റില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പ്ലാൻ പോലെയല്ല അള്ളാഹുവിന്റെ തീരുമാനം. നമ്മുടെ പ്ലാനിന് വിരുദ്ധമായി, എതിരായി അള്ളാഹുവിന്റെ ഖള വന്നാൽ നമുക്കൊന്നേ പറയാനുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ തർബിയത്ത്, പരിപാലനം, ആ പരിപാലനത്തിന് വിവിധ മുഖണ്ട്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, എൻ്റെ കുഞ്ഞിനെ ഞാൻ കീറിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് പൈസയും കൊടുക്കുകയാണ്, ഒപ്പിട്ടും കൊടുക്കുകയാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ടത്. എൻ്റെ മോന് ഒരു 2 വയസ്സ് സമയത്ത് അവൻ്റെ ഒരു വൃഷ്ണം കാണാനില്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അല്ല ആ ഒരു സാധനം വയറ്റിനകത്താ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് ഇറക്കണം, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് ഡേഞ്ചറാകും. അന്ന് 2 വയസ്സായിട്ടില്ല, മുല കുടിക്കുന്ന സമയം. പറഞ്ഞു രാത്രി തൊട്ട് പാലുകൊടുക്കരുത്. ഈ കുഞ്ഞ് ഉച്ചനായപ്പോൾ, ഉച്ച വരെ സമയമായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാണെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞ് കരയാൻ തുടങ്ങി, ഉറങ്ങണമില്ല. എന്നിട്ട് ആ ഉച്ച സമയത്ത് പൈസ കെട്ടി 50,000 രൂപ അവിടെ കെട്ടി, അതിന് പുറമെ ഒപ്പിട്ടെടുത്ത് വാപ്പയായ ഞാൻ എൻ്റെ കുഞ്ഞിനെ കീറിപ്പൊളിക്കാൻ. ഇത് എൻ്റെ കുഞ്ഞിനെ ഞാൻ പോറ്റുന്നതിൻ്റെ ഭാഗമാണ്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? ഉടമസ്ഥനായ റബ്ബിന് ചില ഓപ്പറേഷനുകൾ ഉണ്ടാകും. അതെന്തിനാ? ആത്മീയമായി നമ്മെ രക്ഷപ്പെടുത്താനാണ്, നമ്മളെ പരലോകം സലാമത്താക്കാനാണ്. നമുക്കൊന്നേ പറയാനുള്ളൂ, രോഗാണെങ്കിലും ആവലാതിയാണെങ്കിലും വേവലാതിയാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സിലാകുന്നുണ്ടോ? റഹ്മാനാണ് അള്ളാഹ്, അതുകൊണ്ട് റഹീമാണ് അള്ളാഹ്, അതുകൊണ്ട് അവൻ റബ്ബുൽ ആലമീനാണ്. അത് ഞാൻ തീരുമാനിക്കും പോലെ ആവൂല, എൻ്റെ ചിന്ത പോലെ ആവൂല, എൻ്റെ ആഗ്രഹം പോലെ ആവൂല. എന്തായാലും എൻ്റെ അള്ളാഹ് നിനക്ക് സ്തുതി. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ദുന്യാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ. ഈ നോമ്പിന് മുമ്പ് 2-3 ക്ലാസ്സും കൂടി ഉണ്ടാവും തോന്നുന്നുണ്ട്. റബ്ബിൽ ആലമീനും കൂടി ഒന്ന് പറയാൻ സമയം കിട്ടിയാലായി. കിട്ടണത്ര മതി. ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ നമുക്കത് സമ്പൂർണ്ണമായി വിവരിച്ചെന്നെ പോകണം. അള്ളാഹു ഫാത്തിഹ സൂറത്ത് കുറ്റമറ്റ വിധം പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.